ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? നമ്മുടെ നാട്ടിലെ ബേക്കറിയിലൊക്കെ കിട്ടണേ ഒരു എരിവുള്ള ബിസ്ക്കറ്റ് ഇല്ലേ? മസാല കുക്കീസ്ന്നോ മസാല ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുന്നേ അതന്നെ. ഡിസംബർ മുഴുവൻ മധുരം കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഇപ്പൊ എരിവിനോടൊരു വല്ലാത്ത പ്രിയം. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ സവാളയും പച്ചമുളകും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും പിന്നെ ദാ ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഡീറ്റെയിൽസ് ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളകും ഡെസിക്കേറ്റഡ് കോക്കനട്ടോ അല്ലെങ്കിൽ ചെറുകിയ തേങ്ങയോ ചേർത്ത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നവരേക്കും വഴറ്റണം. ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം മസാലാസ് എല്ലാം ആഡ് ചെയ്ത് ഒന്ന് ചൂടായി വരുന്നവരെ ഇളക്കി കൊടുക്കാം. ചൂട് മുഴുവനായും ആറിക്കഴിയുമ്പോൾ ഇതൊന്ന് ഫൈൻ അല്ലാതെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഷുഗറും ബട്ടറും കൂടെ മിക്സ് ചെയ്യാം. ഷുഗർ ബട്ടർ മിക്സിലേക്ക് ഒരു എഗ്ഗ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ടൈം ടു ആഡ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നൗ. ഓൾ പർപ്പസ് ഫ്ലവർ, മിൽക്ക് പൗഡർ, ബേക്കിംഗ് പൗഡർ ആൻഡ് സോൾട്ട്. ഇതെല്ലാം ഒന്ന് സിഫ്റ്റ് ചെയ്ത് ആഡ് ചെയ്യാം. ഇതിലേക്ക് കോഴ്സായി ഗ്രൈൻഡ് ചെയ്ത് നമ്മുടെ മസാല മിക്സും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡവായി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ട് സെസമി സീഡ്സ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബേക്കിംഗ് പേപ്പറിൽ ഇങ്ങനെ ഒരു റോളിംഗ് പിൻ വെച്ച് പരത്തി കുക്കി കട്ടർ വെച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ടോപ്പിലായിട്ട് ബീറ്റ് ചെയ്ത് എഗ്ഗ് വെച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ കഴിക്കാനായിരിക്കും ഇത് കുറച്ചും കൂടി ടേസ്റ്റ്. മസാല കുക്കീസ് നിങ്ങളുടെയും ഫേവറേറ്റ് ആയിരുന്നെങ്കിൽ ട്രൈ ദിസ് റെസിപ്പി ആൻഡ് ലെറ്റ് മീ നോ.